ശബ്ദം, അതിൻ്റെ ആയതി, അതിൻ്റെ ആവൃത്തി തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഒരു ഉപകരണത്തിനകത്തൂടെ ശബ്ദം വിട്ട് ശബ്ദത്തിൻ്റെ ആയതിയും മറ്റുള്ളതുമെല്ലാം അളക്കുന്നതിനേക്കാൾ ശക്തമായ ഒന്നാണ് കണ്ഠത്തിലൂടെ ശബ്ദത്തെ കടത്തിവിട്ട് അളക്കുക എന്ന് പറയുന്നത്. സംഗീതശാസ്ത്രം അതാ ചെയ്തത്. സപ്തസ്വരങ്ങളെ അവലംബിച്ച് ആ സപ്തസ്വരങ്ങളിൽ നിന്ന് ഉണ്ടാക്കാവുന്ന ജന്യരാഗങ്ങളുടെ ഒക്കെ തലങ്ങളെ രൂപാന്തരപ്പെടുത്തി അവ കാറ്റ് വായുവിൽ ആന്തോളനമുണ്ടാക്കി വായുവിനെ ഉപയോഗിച്ചുള്ള ഉപകരണങ്ങൾ, അവ ഒരു ചരടിനെ ആശ്രയിച്ചുള്ള ഉപകരണങ്ങൾ, വായുവിനെ ബലപ്പെടുത്തി നിർത്തി തോലിൻ്റെ പുറത്തുണ്ടാക്കുന്ന, തോല് രണ്ടു വശത്തും വെച്ച് കയറ് വലിഞ്ഞു മുറുക്കി തോലിലും കയറിലും ഉണ്ടാക്കുന്ന ഭാവമാറ്റങ്ങളിലുള്ള ശബ്ദങ്ങൾ. ഈ ചെണ്ടക്കോല് കയറിനിടയിലിട്ടൊരു വലി വലിക്കുമ്പോൾ സിംഹനാദമൊക്കെ ഉണ്ടാവും. കഥകളിലൊക്കെ ചെയ്യുന്നതാണ്. ഇങ്ങനൊരു സാധ്യതയെക്കുറിച്ചെല്ലാം, സംഗീതത്തിൻ്റെ ഇത്ര സാധ്യതയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ, സംഗീത മകരന്താദികൾ, സംഗീത കൽപ്പദ്രുമാദികൾ, ഇവയൊക്കെ പിന്നീടുണ്ടായതാണ്. പക്ഷെ അവയ്ക്കൊക്കെ ആധാരം സാമമാണ്. മന്ത്രങ്ങൾക്കെല്ലാം ബീജമായി കണക്കാക്കുന്ന ഓമുണ്ട്. ചേഹാലം തുടങ്ങിയ 14 സംഗീത ഗുണങ്ങളും ചേർന്ന ശബ്ദമായത്. ആധുനികമായോ പൗരാണികമായോ ഏതു തരത്തിൽ നിങ്ങൾ പഠിച്ചാലും എല്ലാ ശബ്ദഗുണങ്ങളും ഇണങ്ങിയ ശബ്ദമാണ് ഓംകാരം. ഓംകാരത്തെ ഹിന്ദുവിൻ്റെ ആണോ ക്രിസ്ത്യാനിയുടെ ആണോ എന്നൊക്കെ പഠിക്കാൻ പോകുന്നതിന് പകരം സംഗീതശാസ്ത്രത്തിൽ ഉരുത്തിരിഞ്ഞുകൊണ്ട് പഠിച്ചു നോക്കുക. ഇത് ഹിന്ദുക്കളുടേതാണെന്ന് പറഞ്ഞ് എതിർക്കുന്നതും ഇത് ഞങ്ങളുടേതാണ് ഹിന്ദുക്കളുടേതാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നതും രണ്ടും ഇത് പ്രയോജനപ്പെടുത്തുന്നതല്ല. സന്യാസിമാർക്ക് 18-ാം പടി ചവിട്ടാൻ പറഞ്ഞിട്ടില്ല. കാരണം ഇരുമുടിക്കെട്ട് അവർക്ക് എടുക്കാൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും പ്രവേശനമുള്ള ശബരിമലയിൽ 18-ാം പടിയിൽ സന്യാസി ചവിട്ടണമെങ്കിൽ ഇരുമുടിക്കെട്ട് എടുക്കുന്നവനെ ചവിട്ടാൻ പറ്റുള്ളൂ. സന്യാസിക്ക് ഇരുമുടിക്കെട്ട് പറ്റില്ല, പുണ്യപാപച്ചമടില്ല, ചവിട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചവിട്ടാതിരിക്കുക. വേറെ വല്ലയിടത്തോളം കയറി തൊഴുക, ഇല്ലെങ്കിൽ തൊഴാതിരിക്കുക. എന്തായാലും സന്യാസി അവിടെ പ്രതീക്ഷിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനവിടെ പോയി ഒരു വഴക്കുണ്ടാക്കണം? അവരുടെ മനസാന്നിധ്യം എന്തിനു കെടുത്തണം? എന്നെക്കാൾ പ്രാധാന്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും കാൾ പ്രാധാന്യം എനിക്കാണെന്ന് ഞാനും എന്നോടൊപ്പമുള്ള ജീവികളും വിചാരിക്കാൻ തുടങ്ങിയാൽ ബാക്കിയുള്ളവരുടെ ജീവിതം ദുസ്സഹമായി തീരും. ലോകജീവിതത്തിൽ ഏറ്റവും മൗലികമായി പഠിക്കേണ്ടത് ഈ ലോകത്ത് പ്രാധാന്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യങ്ങളെ വ്യക്തിയിലേക്ക്, കാര്യങ്ങളെ സമുദായങ്ങളിലേക്ക് ആനയിച്ചുകൊണ്ടെന്ന് അവയെ നശിപ്പിക്കരുതെന്നെങ്കിലും വിചാരിക്കുന്നവനാ മനുഷ്യസ്നേഹി. അവന് മാത്രമേ ലോകത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്യാനും കഴിയൂ. ഇങ്ങനൊരു ആശയത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ സംഗീതത്തിലും മറ്റും ഉള്ള സംഭാവനകളെ കേവലതയിൽ നിന്നുകൊണ്ട് പഠിക്കണം. അതിൻ്റെ ഉപവേദമാണ് ഗന്ധർവവേദം. ഇത് സാമവേദത്തിൻ്റെ ഉപാംഗമാണ്.